ഇതായോ? ഇതെങ്ങനെ ഇത് മനസ്സിലാക്കലോ? ഇത് യൂട്യൂബ് പോലെ അല്ലല്ലോ. ഹലോ ഹലോ, ഇതെങ്ങനെ ആയോന്ന് എങ്ങനെ ഇത് മനസ്സിലാക്കിക്കില്ല? ലൈവ് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ആയി 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 റെഡിയായി റെഡിയായി റെഡിയായി. ആയോ ആയോ ഗൈസ്? ഒന്ന് ഓക്കെ പറഞ്ഞേ, ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞേ, ഓക്കെ പറഞ്ഞേ, ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞേ ഗൈസ്. നമുക്കിത് മനസ്സിലാവുന്നില്ല. ഇതിൽ എന്താന്ന് നമുക്ക് തിരിയുന്നില്ല. മനസ്സിലായി? ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല ഇതിൽ. ഈ കിക്കിൽ പുതിയതായിക്കൊണ്ട്. ഓക്കെ ആയോ? ഓക്കെ 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 ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ചാറ്റ് ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, വെയിറ്റ് 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 വെയിറ്റ്. ഇതെങ്ങനെയാണ് ഇത് സംഭവം? ആയോ? ഓക്കെ ആയോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. ആണോ? നോക്കട്ടെ 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 നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ 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 സെറ്റ് 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 സെറ്റ്. ഓക്കെ 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 ഓക്കെ. എന്താണ്? ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഓരോരാളായിട്ട് വിളിക്കാം നമുക്ക്. നിൽക്ക് 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 നിൽക്ക്. ഇവരെല്ലാം ബീജം ഉണ്ടെങ്കിൽ വരും എന്ന് പറയുന്നത്. ആദ്യം ആരാ വരണ്ട? ആദ്യം ആരാ വരണ്ടത്? പറ പറ പറ. ആദ്യം ആരാ വരണ്ടത്? ആദ്യം ആരാ വരണ്ടത്? പറ പറ. പേര് പറ പേര് പറ പേര് പറ. ആദ്യം ആരാ വരണ്ടത്? പേര് പറ. പറ 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 പറ. ഓൾഡ് ഹൗസ് ഈസ് ബെറ്ററോ? എടാ അത് നമ്മൾ ഒയിനല്ലേടാ, അതിന് പറഞ്ഞത് കാര്യം. പറ 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 പറ. ആദ്യം ആരാ വരേണ്ടത്? മമ്മു, റാംബോ, ജാസി, ആരാ ആരാ ആരാ? ആദ്യം ആരാ വരേണ്ടത്? കൊട്ട. അതെനിക്ക് കുറച്ച് പറയാനുണ്ട് മുത്തേ, അതെനിക്ക് പറയാനുണ്ട്. മനസ്സിലാവും? അതെനിക്ക് പറയാനുണ്ട്. അത് വെയിറ്റ് ചെയ്യും, അത് ഞാൻ പറയാം. നമുക്ക് കുറച്ച് വർത്താനം പറയാനുണ്ട്. അത് അടുക്ക്, അത് ഞാൻ പറയാം. തൊപ്പി ഇല്ല, തൊപ്പി ഷൂട്ടിങ്ങിലാണ്. തൊപ്പി വെച്ചിട്ട് ബാക്കി ആരും പറ. റാംബോവും നാട്ടിലാണ്. മനസ്സിലായോ? ബാക്കി എല്ലാവരും ഉണ്ട്. പറ 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 പറ. തൊപ്പിയോ? എടാ തൊപ്പി ഉണ്ടെങ്കിൽ തൊപ്പി ലൈവ് ഇടൂലേടാ മണ്ടന്മാരെ. ഓൻ ഷൂട്ടിങ്ങിലാന്ന്. ഓനെ ഞാൻ വിളിച്ച ഓൻ പറഞ്ഞതാ. ഓൻ മറ്റെന്താന്ന് ആക്ടിങ് കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ആദ്യം ആരെ വിളിക്കണ്ടേ പറ. മമ്മു 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 ആണോ? ഓക്കെ 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 മമ്മു മമ്മു ഓക്കെ 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 മമ്മു മമ്മുവാണേ. മമ്മു നീയാണേ വരേണ്ടത്. നിൽക്കേ ഈഗിൾ. അത് ഞാൻ പറയാം വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ 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 നിൽക്ക് അടുക്ക്. തൂറാൻ മുട്ടിയതാ സത്യമായിട്ട്? എടാ മമ്മു തൂറാൻ മുട്ടിയിട്ടുള്ളത് പാവം. ഞാൻ ഈ BGM ഇട്ട് സെറ്റാക്കി വെച്ചതാണ്. പക്ഷെ മമ്മു തൂറാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ മാസിന് ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ട്. മമ്മു തൂറാൻ കയറിയിട്ടുള്ള ഒരു 5 മിനിറ്റ് മാസിന് കുറവുണ്ട്. അപ്പം വേറെ ആളെ പറ. അടുത്ത ആളെ പറ. ഷെമി റിച്ച് RP കയറിയിട്ടില്ലെങ്കിൽ നിന്നെ എല്ലാവരും ചണ്ടിക്കണ്ണെന്ന് വിളിച്ചാൽ കളിയാക്കുന്നവർക്ക് ഞാൻ കൊടുക്കാം. വെയിറ്റ് ഞാൻ കൊടുക്കാം. അടുത്ത ആളെ പറ. അസ്പാക്ക്. ഓക്കെ 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 മമ്മു തൂറാൻ പോയിട്ടുള്ള. അപ്പോൾ അടുത്ത ആള് മമ്മു തൂറിക്കഴിഞ്ഞാ. മമ്മു തൂറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മുവിൻ്റെ മാസ് ഗൈസ്. മമ്മുവിൻ്റെ മാസം. ഓക്കെ 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 അല്ലല്ല മമ്മു തൂറിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ എന്താ ചന്തിയയില്ലേ? എന്താണ് പറ. RP കമ്പാക്ക് ഉണ്ടാവും. നമുക്ക് നോക്കാം. ലാസ്റ്റ് വേണേ കയറാം. നമുക്ക് കയറാം കുഴപ്പമില്ല. ലാസ്റ്റ് കയറാം. നിക്ക്. ആയാ മമ്മു തൂറിക്കഴിഞ്ഞാ? ഓക്കെ 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 എന്താ ഇതെന്താ ഇവ കളിക്കുന്നത്? എടാ പാടാ. എടാ മമ്മ അടുക്ക്. BGM പോയി നിക്ക്.
ഗൈസ് അതാ അല്ല മമ്മൂന്റെ പുതിയ ലുക്ക് വയ്ക്കും മമ്മൂന്റെ പുതിയ ലുക്ക് വയ്ക്കും അല്ല മമ്മൂന്റെ പുതിയ ലുക്ക് എങ്ങനെ കഴിച്ചു മമ്മൂന്റെ പുതിയ ലുക്ക് എങ്ങനെ പറ 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 മമ്മൂന്റെ പുതിയ ഷാജഹാൻ 144 PM എടാ അത് നല്ല അത് സത്യാട്ടാ ബംഗാളി ലുക്ക് എടാ നീ ഇത് മാസാന്ന് പറഞ്ഞല്ലേ അടിച്ചത് ഇത് മാസല്ലേ പക്ഷെ ഇത് നീയല്ലേ അടുപ്പിച്ചേ അത് ശരി ഞാൻ വിചാരിച്ച രസമുണ്ടാവും പക്ഷെ ഇവര് ബംഗാളി എന്നാ പറയുന്നത് ബംഗാളിയാടാ മൂടാളിയാളെ മക്കളെ സുന്ദര കുട്ടപ്പനായിട്ട് ഷാജഹാൻ 44 ഒന്നില്ല ഇതാ കാണിച്ചു കൊടുക്കേ ഇതാ അല്ല ഇത് നീ ഭയങ്കര മാസം ഉദ്ദേശിച്ചല്ലേ ഞാൻ ഭയങ്കര മാസാണോ ഇത് ബംഗാളി എന്ന ആൾക്കാർ പറയുന്നു പക്ഷേ ഹറാമോ എന്ത് ഹറാമ് കളറടിച്ച് എന്താ ഹറാമന്റെ അല്ല ഹറാമിന്റെ അല്ല എന്ത് ബംഗാളി എന്ത് സംഭവം എന്താ ബംഗാളി എന്നല്ലേ അല്ല ഇത് ആൾക്കാർ കണ്ടിട്ട് ബംഗാളി എന്നാ പറയുന്നത് കുണ്ടൻ ലുക്ക് ബംഗാളി സ്പോട്ടഡ് അല്ല ഇത് നീ കാട്ടാളന്റെ ബീജം എല്ലാം ഇട്ട് വന്നിട്ട് ഇത് എനിക്കും അങ്ങനെ തോന്നുന്നു മാസല്ല ആസായിന്ന് ഓക്കെ നമുക്ക് അടുത്ത ആളെ വിളിക്കാം അടുത്താര് വേണം ഇതെന്തായാലും ചീറ്റി പോയി തൂറിയുടെ തന്നെ നിന്നാ മതിയായിരുന്നില്ല എന്തിനാ ഇങ്ങോട്ട് വന്നിരുന്ന ചോദിക്കുന്നത് സോറി ബ്രോ അല്ല അത് വിട് സംഭവം തീട്ടം മുകളിലേക്ക് കയറിപ്പോയതായിരിക്കും അത് വിട് ഗൈസ് അത് വിട് ഓക്കെ അപ്പൊ അടുത്താരെ വിളിക്കണം കുര്യൻ അവിടെ തന്നെയാണല്ലേ കുര്യനെ നമുക്ക് വിളിക്കാം കുര്യനെ നമുക്ക് കൊണ്ടുവരാം കുര്യനെ നമുക്ക് നാളെ മറ്റന്നാളെ കുര്യനെ കൊണ്ടുവരാം AJP വരുമ്പോൾ തന്നെ നമുക്ക് കുര്യനെയും കൊണ്ടുവരാം പിന്നെ വേറൊരു സംഭവം ഉണ്ട് അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല ആറാട്ടണ്ണൻ ബെർണൻ എന്ന് പറയുന്നുണ്ട് അതായത് AJP കൊണ്ടുവരുന്നതുകൊണ്ട് മൂപ്പർക്ക് എന്തോ ഈഗോ അടിച്ചിട്ട് എന്തോ സംഭവത്തിൽ ആറാട്ടണ്ണൻ എന്തിനാ ഈഗോ എനിക്കറിയില്ല അതായത് മൂപ്പര് ഇപ്പം ഫീൽഡ് ഔട്ട് ആണെന്നും പറഞ്ഞിട്ട് AJP അതെനിക്കറിയില്ല മൂപ്പര് പറയുന്നത് വെച്ചാൽ AJP കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അന്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഇത് എത്ര ആളാണിത് അല്ല ഇത് ആറാട്ടണ്ണന്റെ മക്കൾ എല്ലാരും കഴിക്കും ഞാനും പറ്റും ഫാമിലി അല്ല നിങ്ങൾ പറ ഇത് വേണം നമുക്ക് ആറാട്ടണ്ണനെ വേണം ആറാട്ടണ്ണനും AJP വേണോ അല്ലെങ്കിൽ AJP മാത്രം വേണോ മൂപ്പര് ഫുള്ള് സീനാണ് ഫുള്ള് അന്നെ വിളിച്ചിട്ട് അമ്മാതിരി വർത്താനം എന്നോട് പറഞ്ഞത് അതായത് നീ ഇവരെ മാത്രം എന്താ കൊണ്ടുവരുന്നത് അന്യം കൂടി കൊണ്ടുപോകാന്നുള്ള ഭയങ്കര ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് മൂപ്പര് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഇതായി പോകുന്നത് അടുത്താരാ റാംബോ വീട്ടിലാണ് അത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ എന്തിനു ചോദിക്കുന്നത് റാംബോ അവിടെ പണിയിലാണ് മനസ്സിലായോ ഓൻ വരും ബോത്ത് രണ്ടാളെയും കൊണ്ടുവരട്ടെ എടാ മിക്കവാറും ഒരു ഈഗോ ക്ലാഷ് ആയിട്ട് ഇവിടെ അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായോ മിക്കവാറും അടി നടക്കേണ്ട ചാൻസ് അതിന് നല്ല രീതിയിലുണ്ട് നാളെ നമുക്ക് കൊണ്ടുവരാം എന്തായാലും പിന്നെ വേറൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് AJPക്ക് നമുക്ക് ജോളോ ചിപ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായോ നമുക്ക് AJPക്ക് ജോളോ ചിപ്പ് കൊടുക്കാം കുറേ പരിപാടി ഉണ്ട് AJPന്റെ സീനായിരിക്കും അത് നാളെ മറ്റന്നാളെ ആയിരിക്കും മിക്കവാറും നമുക്ക് നാളെ തന്നെ ആക്കാം അപ്പോൾ ചെക്ക് ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ഞാൻ കൊടുത്തോളാം ഏതോ പരുന്തോ ഏതോ എനിക്ക് അത് പരുന്തായിട്ട് തോന്നുന്നില്ല എനിക്കത് മറ്റേ മരംകൊത്തിയായിട്ട് എനിക്ക് തോന്നുന്നു എനിക്കത് പരുന്ത് ഞാൻ ആ പക്ഷീൻ്റെ മരംകൊത്തിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ എനിക്ക് പരുന്തായിട്ട് തോന്നുന്നില്ല ഞാൻ തരാം അത് ഞാൻ കൊടുക്കാം ഒരു മിനിറ്റ് ഇതൊന്നും തീരട്ടെ വെയിറ്റ് ഓക്കെ അപ്പോൾ ഗൈസ് അടുത്ത ആളെ പറ കൊട്ടനെ അടിച്ച് ഞാൻ അണ്ണാക്കിൽ ഞാൻ കയറ്റി കൊടുക്കാം ഒന്ന് വെയിറ്റ് നിക്ക് അത് ഞാൻ കൊടുത്തോളാം അല്ലല്ല നീ ഇടപെടണ്ടാവും ഞാൻ കൊടുത്തോളാം അല്ല ഞാൻ ഈ സംഭവത്തിൽ ഇല്ലാത്ത തന്നെ വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് എന്തോ പറഞ്ഞു നീ അറിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യാം വെയിറ്റ് നമുക്ക് ആദ്യം അടുത്ത ആളാരാന്ന് പറ സൈൻ ഇട് അടുത്ത ആളെ സൈൻ ഇട് ഗൈസ് അടുത്ത ആളെ സൈൻ ഇട് പറ ആരാ ജാസി അസ്പാക്ക് ഏതൊക്കെ ഒരാളെ നിങ്ങൾ ഉറപ്പിക്കും ഇതിൽ പോളിടാൻ പറ്റുക ഈ റോക്സി ജസ്റ്റ് വെയിറ്റ്
ഈ പിള്ളേരെ എൻട്രി ഒന്ന് കഴിയട്ടെ, ഞാൻ കൊടുക്കാം, മനസ്സിലാ, ഞാൻ കൊടുക്കാം. വെയിറ്റ് ചെയ്യും. അന്നെ പറഞ്ഞുള്ളത് ഞാൻ കൊടുത്തോളാം. അന്നെ ആര് പറഞ്ഞോ ഞാൻ കൊടുത്തോളാം. കാരണം ഞാൻ 1 മാസം 1.5 മാസം ബ്രേക്ക് എടുത്ത് ഞാൻ നിന്നതാണ് ഇവൻ്റെ എല്ലാം ഇതുകൊണ്ട്, മനസ്സിലാ. ഈ മരം കൊത്തി മുറമാർക്ക് ഞാൻ കൊടുക്കാം. ഞാൻ പറയുന്നില്ല ബാക്കി. എപ്പോൾ നിനക്ക് പറ, അടുത്ത ആളെ പറ ഗൈസ്, അടുത്ത ആളെ പറ. ജാസി ഓക്കെ. ജാസി നമുക്ക് ലാസ്റ്റ് വിളിക്കാം. ജാസി ഭയങ്കര മാസിലാണ് നിൽക്കുന്നത്. ജാസിനെ നമുക്ക് ലാസ്റ്റ് വിളിക്കലായിരിക്കും നല്ലത്. ഓൻ അമ്മാതിരി മാസി കയറിയിട്ടാണ് നിൽക്കുന്നത്. പറ. ഇതാരെ ഈ ഗൂഗിൾ മാപ്പ് സ്പാം എന്നെല്ലാം പറയും. ഇതെന്താ ഈ ഗൂഗിൾ മാപ്പ്? നായി, നിനക്ക് എടുത്ത ലൊക്കേഷൻ കിട്ടാനാടാ നായി. ഇത് എൻ്റെ മോനെ എടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, അതൊരു ശരിയായ സീൻ ലൊക്കേഷനാണ്. ശരിയായ ലൊക്കേഷൻ അത്. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത. അതെ, സത്യം. അമ്മാതിരി ഗൂഗിൾ മാപ്പിൽ പോലും നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടാൻ പോകുന്നില്ല. കാരണം അമ്മാതിരി ഇതാണ്. എന്താ ഈഗിൾ ഗെയിം എന്തോ അത് വിട്. ഞാൻ വെയിറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് കായൽ തീരം, നാളെ വ്ളോഗ് ഇറങ്ങുന്നുണ്ട്. കായൽ തീരത്താണ് നമ്മളെ പുതിയ ഗ്യാങ് ഹൗസ് ഇതാക്കിയിട്ടുള്ളത്. പക്ക കായൽ തീരത്തിൻ്റെ അടുത്ത്. ഇത് ആലപ്പുഴ എന്ന് നമുക്ക് തോന്നും, പക്ഷെ ആലപ്പുഴ അല്ല, മനസ്സിലായോ? ആലപ്പുഴ മലപ്പുറം തോന്നും, പക്ഷെ മലപ്പുറം അല്ല. കോട്ടയല്ല. കോട്ടയത്ത് ഇതുണ്ടാ, കായലുണ്ടാ? ആലപ്പുഴയിലല്ലേ? ആലപ്പുഴ കണക്ട് ആയിട്ട് വരും. കോട്ടയോ അടുത്തടുത്താ? പിന്നെ രണ്ടും ഒരേ ജില്ലയല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ആളെ പറ ഗൈസ്. അടുത്ത ആളെ പറ. അസ്പാക്കിനെ വിളിക്കാൻ പറയുന്ന അസ്പാക്ക്. ഓക്കെ. നിക്ക് അസ്പാക്കിന്റെ പേജ്. ഓക്കെ. അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ? എന്താ പാട്ട് വരാത്ത? ഇതുപോരെ പിന്നേതാ? ദുരന്തറ. നീ ഒരു ദുരന്താന്ന് ആദ്യം മനസ്സിലാക്ക്. ഓന് ദുരന്തർ വേണം പോലും. ഇവനാളൊരു ദുരന്താന്ന് ഇവന് മനസ്സിലാക്കുന്നില്ല. ഓൻ്റെ ഒരു ദുരന്തർ. ഏതാണ് ദുരന്തറല്ലേ? ദുരന്തർ. ഓക്കെ. പാർട്ട് 2 വ്ളോഗല്ലേ ഇതല്ലേ? ഓക്കെ. ചെയ്തിടാനുണ്ടായിരുന്നു. ഇത് ശരിയാ ഇത്? അല്ല, എന്നെ കാണുന്നില്ല. എടാ ബംഗാളി, നിന്നെക്കാട്ടി മാസം എനിക്ക് കിട്ടുന്നുണ്ടോ? എന്റെ ഫുള്ള് തീയാന്ന്. നിന്റെ വന്നേരം അല്ല ഇവന്റെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിട്ട് നടക്കുന്നു. ഏത് കിട്ടാതെ എന്താ നമ്മള് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല. അതിനിത് വെയിറ്റില്ല. നമ്മള് ഇവിടെ പോയല്ലോ, ആലപ്പുഴ പോയല്ലോ. കോട്ടയത്ത് പോയി. അതെ അങ്ങനെ നമ്മള് ലൊക്കേഷൻ കോട്ടയം ഭാഗത്താ. അതെ കോട്ടയം പൂഞ്ഞാറ് എന്ന് പറയും. കോട്ടയം പൂഞ്ഞാറിലാണ്. അല്ല, അതല്ല, പൂഞ്ഞാറിലാണ് കഴിച്ച് നമ്മളെ പൂന്തോട്ടം കുറെ ഉണ്ടല്ലോ ഇവിടെ. നീ എന്തല്ലോ പറയല്ല. മാപ്പിലില്ലാത്ത ലൊക്കേഷൻ ഇതിപ്പോ നമ്മള് കോട്ടയം. ഓക്കെ ഗൈസ്. അപ്പൊ അതെ വൈറ്റിലെ 3-4 സ്ഥലത്തുണ്ട്. 3-4 സ്ഥലത്ത് വൈറ്റിലുണ്ട്. ഒരു സ്ഥലത്തൊന്നല്ല, 3-4 സ്ഥലത്ത് വൈറ്റിലുണ്ട്. കണ്ണൂരുണ്ട് വൈറ്റില. ഓക്കെ. അപ്പൊ ഗൈസ് അടുത്ത ആളെ പറ. ഇരിക്ക. അടുത്ത ആളെ പറ. എടാ മുഷി, ഇത് കുറച്ച് അടുപ്പിച്ച് വെച്ചാൽ കുറച്ചുകൂടെ ഞാൻ വിളിക്കും.
അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബായിന്റെ ഉള്ളിലേക്ക് 2 ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്യും 12 വാട്ടിന്റെ. ആ തൊപ്പി ഗൈസ് ഞാൻ പറഞ്ഞു, തൊപ്പി ഷൂട്ടിങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഓൻ ഷൂട്ടിങ്ങില്ലാന്ന്, ഓൻ ആക്ടിങ് കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു. ഓൻ വരും, ഓൻ 1, 2, 3 ആഴ്ച കഴിഞ്ഞിട്ട് ഓൻ വരും, ഓന് കംബാക്ക് അടിക്കും, മനസ്സിലായോ? അതുവരെ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഷൂട്ടിങ്ങിൻ്റെ അടക്കം നമുക്ക് പിടിച്ച് കൊണ്ടുവരാനൊന്നും കഴിയില്ലല്ലോ. ഓൻ ഷൂട്ടിങ്ങിൽ ഫോക്കസ് ചെയ്യട്ടെ, അത് അതിലും വല്ല കംബാക്ക് ആണ്, പടത്തിലേക്ക് വരുമോന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? അത് മനസ്സിലാക്ക്. ഓക്കെ, അടുത്ത ആളെ പറ. റോക്സ് അതെല്ലാം നമുക്ക് സംസാരിക്കാം. വെയിറ്റ്. അടുത്ത ആളെ പറ. ആരാ? തിരൂർ. നമ്മള് തിരൂർ. അടുക്ക അല്ല, ഇവര് പറയട്ടെ. ഇവരൊന്നും പറയാത്ത പറ. നിങ്ങൾ ഇവിടെ അടിയാക്കല്ല ഗൈസ്, അടിയാക്കല്ല. വെയിറ്റ് ചെയ്യ് അടിയാക്കല്ല, മനസ്സിലായോ? പറ, ആളെ പറ, അടുത്ത ആളെ പറ. ആദിലാണോ? അഖില് വരും. അഖില് ഇടാണല്ലോ. ആ അഖില് വരും ഗൈസ്. ആരാ? പറ. ആദിൽ. ഓക്കെ. അതിലെല്ലാം പേടിച്ചു പറഞ്ഞിട്ടുണ്ടാകും. അല്ല അതിൽ മതി. ആയി വാ സ്ലോ മോഷനിലെല്ലാം നടക്ക്. ഇതെന്താ ഇതെന്ത് എന്തൊക്കെ ആയാ? അല്ല ഇത് ഇതെല്ലായിടത്തും മാസ് പോയല്ലോ. ഇത് സംഭവം അല്ല നമ്മൾ 2-3 ദിവസമായിട്ട് ഫുള്ള് മാസ് ഇത് നല്ല പ്ലാൻ ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ വരെ മാസ് BGM എല്ലാം. എന്തിനൊന്നും കൂടി എന്നാ മര്യാദയ്ക്ക് എന്നാ ഓക്കെ ഒന്നും കൂടി കേട്ടോ. ഓക്കെ പാവടാ പാളിപ്പോടാ ചിരിക്കല്ല പാവടാ വിട് അടുക്ക്. ഇത് മാസല്ല, ഓനൊരു എന്തോ ഉദ്ദേശിച്ച എന്തോ നിങ്ങക്ക് പൂക്കല്ല. നിക്ക് ഇതെങ്കിലും റെഡി ആയാൽ മതി. നേടാ മര്യാദയ്ക്ക് വന്നോ, വെറുതെ എന്തെല്ലാം ആണെന്ന് നോക്കിട്ട് പാടണ്ട. ഓക്കെ വെറുതെ കയ്യടിച്ചോ വൈകുന്നേരം വെറുതെ ഓക്കെ അത് നല്ല വെറുതെ കരിയും. ഓക്കെ എന്നെ കാണുന്നില്ല. ശരിയാട്ടാ ഇവന് ഏത് ഇത് കിക്ക് ഫസ്റ്റ് ആയിക്കോണ്ട, നമുക്ക് പിന്നെ ശീലാവും റെഡിയാവും. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ഒരാളും കൂടിയേ ഉള്ളൂ. ദി അൾട്ടിമേറ്റ് മാസ് ലോകത്തിലെ തന്നെ ഞാൻ കണ്ടതിൽ ഞാൻ ഒരു കാര്യം പറയുന്നത്. അതെ, അമ്മാതിരി മാസം. അതായത് ഇവൻ 3-4 ദിവസം ഇവന്റെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് കാണിച്ചു തരാം. ഇവൻ അങ്ങനെ മാസിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇതാക്കിയിട്ട് ഞാൻ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതായത് അമ്മാതിരി ബിൽഡപ്പ് വേണമെന്നാണ് ഇവൻ പറയുന്നത്, മനസ്സിലായോ? അമ്മാതിരി ഇത് വേണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ ജാസി? ഞാൻ നീ പറഞ്ഞ പാട്ടിന് ഇട്ടിരി കേട്ടാ. നീ പറഞ്ഞ പാട്ടിന് ഇട്ടിരി. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നോ, ആടെ നിന്നോ, അങ്ങോട്ടേക്ക് വാ. എങ്ങനെ? ഒരു മിനിറ്റ്. ഓക്കെ റെഡി. അങ്ങനെയല്ല, അമർത്തി കുത്ത്.
ഉള്ളിക്കുത്ത് ഓക്കെ അപ്പൊ അടുത്ത മാസം അടുത്ത മാസത്തിന്റെ ആളെത്തിയിട്ടുണ്ട് മുത്തേ അടുത്ത മാസത്തിന്റെ ആളെത്തിയിട്ടുണ്ട് ഓക്കെ ജാസി വെയിറ്റ് ഓക്കെ റെഡി അല്ലേ സെറ്റ് അല്ലേ വാ വിജയിന്റെ ഇത് വിജയ് തോറി ഇത് മാസാണ് ഏതാ നിന്റെ പാട്ട് ഏതാണ് ഓക്കെ കാട്ടാളല്ലേ ഞാൻ മമ്മൂനിട്ട് ദുരന്തം മറ്റേ സാധനമാണോ ആ ഓക്കെ ഇതല്ലേ ഓക്കെ പാവം അത് കൊടുക്കാം ഓക്കെ ഭയങ്കര മാസമായിക്കോട്ടെ ഓക്കെ ആയോ ഓക്കെ എങ്ങനെ വന്നാലും ഇവനിങ്ങല്ലേ കാര്യം ഇന്ന് കണ്ണ് കാണുന്നില്ലേ അമ്മ അബ്സല്യൂട്ട്ലി ആസ് എന്നാ പറയുന്നത് ആഷിറ നീയാ ആശിറിന്റെ റേഞ്ച് എന്റെ പോലെ തന്നെ സന്തോഷമല്ലോ ആശിറിനെ പോലെ സന്തോഷമല്ലോ ആഷിറിനെ പോലെ എന്നല്ല ആസ് പോലെ എന്നാ പറഞ്ഞത് മാസ് എന്ന് പറഞ്ഞാൽ ആസ് നാക്കുന്നയാടാ ആസും പൂസും ആണത് ഇതെങ്ങനെ ഒരുത്തൻ ബംഗാളി ഒരുത്തൻ എന്തോ മറ്റേ ഇത് പൂക്കിയാവാൻ നോക്കിട്ട് എന്തോ നിലത്തടിച്ച് വീണു നിന്റെ അങ്ങനെ ഉണ്ടായത് കാണുന്നാക്ക് അങ്ങനെ നിന്റെ മനസ്സിൽ നീ മാസാന്ന് വിചാരിച്ചത് പക്ഷെ അത് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല അല്ല ഇവൻ മനസ്സിന്റെ ഉള്ളില് നടക്കൂല ഇവൻ മനസ്സിന്റെ ഉള്ളില് ഇവൻ മാസം എന്നാണ് ഇവൻ വിചാരിച്ചത് പക്ഷെ സംഭവം പാളിപ്പോയി ഇവൻ മാസാന്ന് വിചാരിച്ചത് പക്ഷെ സംഭവം പാളിപ്പോയി ആ പിന്നെ അത് വേറൊരു ആകെ വർക്കായത് ഈഗിൾ മോക്കടിയും വെയിറ്റ് ഇവന്റെ മാത്രമാണ് ആകെ മാസം വർക്കായെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലായിടത്തും മൂഞ്ചിന് മനസ്സിലായി ഇവന്റെ മാത്രമാണ് ആകെ മാസം വർക്കായത് ബാക്കി എല്ലായിടത്തും മൂഞ്ചി റോക്സ് ഇഷ്യൂ എനിക്ക് ആരും ഇഷ്യൂ അറിയില്ല എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ എന്തോ ചെറിയ 10 സെക്കൻഡ് ക്ലിപ്പ് വന്നു അങ്ങനെ എന്തോ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് അറിയില്ല എന്തോ സംഭവം നമുക്ക് നോക്കാം എത്രയായടാ കാര്യല്ലേ നമ്മൾ എത്ര ആയല്ലേ സത്യം അല്ല അത് സത്യാട്ടോ നമ്മള് കൊറേ നാളായിട്ട് വരുമ്പോ എന്തോ ബുദ്ധിങ്ങലും ഇതെല്ലാം ആവും പക്ഷെ അല്ല എനിക്കുണ്ടായിരുന്നു ഞാൻ പേടിച്ച് പണ്ടാരടങ്ങിട്ട് ഞാൻ രാവിലെ മോള് പക്ഷെ സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തായി സ്റ്റാർട്ട് ആയാലും പേടിയായി അതെ അങ്ങനത്തെ അല്ല പേടി പോയിന്ന് പറഞ്ഞാൽ ഓക്കെ ഡി സി നമ്മൾ നിങ്ങളൊന്ന് കാണട്ടെ നിങ്ങൾ കണ്ടിട്ട് എത്ര കാലം ഞാൻ 1.5 മാസം നിങ്ങൾ എത്രയായി അല്ല നിങ്ങൾ ലാസ്റ്റ് നിയാദിന്റെ ലൈവില് വന്നല്ലേ നമുക്ക് നിയാദിനൊന്ന് വിളിച്ചു നോക്കിയാലോ ഗൈസ് നിയാദിനൊന്ന് വിളിച്ചു നോക്കാം ഇത് കണക്ട് ചെയ്താൽ നമ്പർ ലീക്കാവും ഒരു മിനിറ്റ് ഒന്ന് വിളിക്കട്ടെ നിക്ക് അല്ല ആദ്യം എടുക്കുന്നത് ചിലപ്പോ എന്താ ഷൂട്ടിംഗ് എന്താ അറിയില്ല ഷൂട്ടിംഗ് ഉറക്കാന്ന് ഷൂട്ടിങ്ങിലായിരിക്കും മിക്കവാറും നിക്ക് കിക്ക് മരം കൊത്തി ആളാരാ
എടാ ഇതിലെന്തെല്ലോ വരും. നീ ലോൺ എടുക്കുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞ ലോൺ തിരക്കിലായിരിക്കും. ഞാൻ വിളിച്ചാൽ അവൻ പറഞ്ഞ വെച്ചാൽ ആക്ടിങ് അവിടെ ഓന് സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഓനൊരു പടത്തിലാണ് അഭിനയിക്കുന്നത്, ഹീറോ ആയിട്ട് അങ്ങനത്തെ ഇതിലാണ് അഭിനയിക്കുന്നത്. മണ്ടന്മാരെ അതിലും വല്ല ഇതെന്താന്ന് വേണ്ടത് മനസ്സിലായോ? അപ്പൊ അതാണ് അവൻ്റെ ഏറ്റവും വലിയ കമ്പേക്ക്. അപ്പൊ അതോന് ഒന്ന് തീർക്കട്ടെ, അതൊന്ന് തീർത്തിട്ട് അവൻ ലൈവ് വരും. അത് മനസ്സിലാക്കി നിങ്ങള്. മുനു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വരാൻ പറഞ്ഞു. ഇന്ന് കൊച്ചിയിലല്ല, കോട്ടയത്തടാ. ആ കൊച്ചിയില് ഓൻ കൊച്ചി പോയിട്ടില്ല. അതെ 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 അതെ. എന്ത് ബാംഗ്ലൂര്? ആ അങ്ങനെ നമ്മളുള്ളതല്ലേ? അതെ അതെ അതെ. ഓക്കെ DC കയറാം. നമ്മളൊന്ന് സംസാരിക്കട്ടെ ഷമീറേ. ഓക്കെ DC കയറാം. ബാ. Okay, let's go chat, let's go. ഇതെങ്ങനെയാണെന്നുള്ള എല്ലാം ഞാൻ മറന്നു കേട്ടാ. ഓക്കെ നിങ്ങളെ കിട്ടുന്നില്ല. ഒരു നെറ്റ്ഫ്ലിക്സ് എന്തിന് സിനിമ നിക്ക് എടാ നീ ബായി കൂട്ടിയാ ഒന്നുമില്ല അത് അന്നെ പറഞ്ഞത് ഞാൻ കൊടുത്തോളാം. റാമ്പോ വീട്ടിലാ. ഞാൻ പറഞ്ഞില്ലേ ഓനാടെ തിരുവനന്തപുരത്ത് കുറച്ച് പണി ഉണ്ടാക്കി എൻ്റെ ഓൻ വരുമായിരിക്കും. മനസ്സിലായി. യൂട്യൂബിലേക്ക് മതി. ഞാൻ ഇതൊന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നോക്കിയതാ, ഇതെന്താ കിക്ക് എന്താ പരിപാടി എന്നുള്ള ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇവർക്ക് ഈ ലോഗോമായിട്ട് ഒരു പരിചയമില്ല. RP-യും GT ആയിട്ട് യാതൊരു പരിചയമില്ല. ഇവർ ആകെ തൊപ്പീൻ്റെ ലൈവില് മാത്രം ഇതാക്കുന്നത്. ആടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കല്ലോ ഈ പറഞ്ഞ പോലെ. ഈ വേറെ ഇഷ്യൂസ് അല്ല, അല്ലാണ്ട് ഇങ്ങനത്തെ തീട്ട ഇഷ്യൂസുമായിട്ട് നമ്മൾ പോവാറില്ലല്ലോ. അല്ല GT ഞാൻ നിർത്തി. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ നിർത്തി. അല്ല GT എല്ലാം ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞില്ലേ റാംബോനെ വിളിക്കാം. റാംബോനെ വിളിക്കട്ടെ. കൂടുതൽ ഇമോജി ഉണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ആയിക്കോണ്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മള് ഫസ്റ്റ് വരുന്നതല്ലേ, പിന്നെ ഇതായിക്കോളും. കിട്ടുന്നില്ല ഏട്ടാ, കിട്ടുന്നില്ല. ഇത് മാത്രമേ നിങ്ങൾ അന്ന് അങ്ങാണ്ട് എന്താ കാക്കക്കൂട്ടില് കല്ലിട്ടതാ. കുര്യാക്കോസിനെ നമുക്ക് നാളെ കൊണ്ടുവന്നാലോ? പക്ഷെ നാളെ അലിൻജോസ് വരുന്നുണ്ട്. അല്ല നാളെ അലിൻജോസ് പെരേരന്റെ ലൈവ് മുത്തേ. അതൊരു ഞാൻ അല്ലല്ല ആരും പറയുന്നത്. ലാസ്റ്റ് ഞാനൊരു സാധനം കൊടുക്കും. ലാസ്റ്റ് ഞാൻ ജോളോച്ചിപ്പെടുത്തി ഞാൻ ബായിലിട്ട് കൊടുക്കും. മനസ്സിലായി? ഓനെ അന്ന് കാണൂലേ ആര് അലിൻജോസ് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അതൊന്നില്ല. അതെന്തോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. മനസ്സിലാ? നല്ല ടേസ്റ്റ് ഉള്ള മുട്ടായി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നുവോനെ. ഓനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. കുറച്ച് തേനും പെരക്കി ഞാൻ കൊടുത്താൽ മതി. ഓനെ നല്ല ടേസ്റ്റിൽ തിന്നു. 5 മിനിറ്റ് കഴിയുമ്പോ കുണ്ടിയും പൊള്ളിട്ട് ഇടുന്നു. മനസ്സിലാ? ഇവരെ ഇതിനു വേണ്ടി അടിയാക്കോ? ജോളോ ചിപ്പിന് വേണ്ടി ഇവരെ അടിയാക്കോ? അലിൻജോസും 6 അടിയാക്കിയെന്ന് നമുക്ക് പറഞ്ഞു. ഇല്ല എല്ലാം വരാന്ന് പറഞ്ഞാ നിക്കുന്നത്. ഇതിപ്പോ ആരെയാണ് അലിൻജോ? ഇവര് പറയുന്നത് അലിൻജോസിനെയും ഇവരെയും കൊണ്ടുവരാനാ പറയുന്നത്. 6 അതാ ഞാൻ പറഞ്ഞത്. ആണോ? ഓക്കെ
എന്താ മനസ്സിലായില്ല. ഓക്കെ, മിഥുൻ അണ്ണൻ കോൾ. ആ പന്ന പുണ്ടച്ചി മോൻ പൊലയാടി മോന്റെ ഭർത്താവിന്റെ എന്റെ അടുത്ത് മിണ്ടല്ലേ. ആ പൂറി മോന്റെ കാര്യം എന്റെ അടുത്ത് മിണ്ടല്ലേ. അല്ലല്ല, ഓന്റെ കാര്യം എന്റെ അടുത്ത് മിണ്ടല്ലേ. ഓന്റെ കാര്യം എന്റെ അടുത്ത് മിണ്ടല്ലേ ഗൈസ്. ഓന്റെ മാത്രം കാര്യം എന്റെ അടുത്ത് മിണ്ടല്ലേ. ഓന്റെ കാര്യം മാത്രം എന്റെ അടുത്ത് മിണ്ടല്ല. ഈ കൊല്ലടാ പൊലയാടി മോനാടാ അവന്. ഓനൊക്കെ കാണുമ്പോ തന്നെ കിരിഞ്ഞങ്ങ് കയറും. ആ നിങ്ങൾ തമ്മിൽ നല്ല അല്ലല്ല, നിങ്ങൾ തമ്മിൽ നല്ല സാമ്യത ഉണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ ഇത് നോക്ക് ഗൈസ്, ഇതൊന്നും നോക്കിയാ ഒന്ന് അടുത്ത് പറയുന്നത് മിഥുനണ്ണനും ജാസിയും ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. DC ഇല്ല, സൗണ്ട് ഇല്ലാത്ത റോളക്സ് എന്ന് പറയുന്നത് മാസാ ഇതാ. ഇത് മയത്ത് മീൻ വെക്കാൻ പോകുന്നല്ലേ. സ്ക്രിപ്റ്റ് വേണോ? എന്തിന് സ്ക്രിപ്റ്റ്? അലിൻ ജോസിന്റെ സ്ക്രിപ്റ്റ് വേണോ? ഇപ്പൊ എന്താന്ന് നമുക്കറിയില്ല. എന്താ സ്ക്രിപ്റ്റ് ആക്കാം? നമുക്ക് ഉള്ള പോലെ അങ്ങ് പോവാം. മനസ്സിലാവും? ഉള്ള പോലെ ആയിട്ട് നമുക്ക് പോവാം. എന്തായാലും കട്ടർ റേഞ്ച് ഓണിക്ക് കൊണ്ടുപോകും. മതി. ഓക്കെ ഓക്കെ ഓക്കെ. The iconic sign of Mollywood. The iconic sign of Mollywood. നോക്കാലോ. നമ്മളെ സിനിമ ക്ലിപ്പായിക്കോ? മുന്തോ ആറ്റിലുണ്ട്. അതാ ഞാൻ പെട്ടെ ഈ മമ്മൂട്ടിക്കൊന്ന് ഈ മുണ്ടെടുത്താലൊന്നും ഇത്ര ലുക്ക് കിട്ടൂല. സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞൊരു സാധനം പറയുന്ന മണ്ടന്മാര്. ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ. ക്രിസ്ത്യാനോ റൊണാൾഡോ മമ്മൂക്ക. ഓക്കെ ശരി, ഈ പറഞ്ഞ പോലെ മമ്മൂക്ക മാസം തന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ സ്ക്രീൻ പ്രസൻസ് അത് കൂടുതലുള്ളത് അങ്ക് പൊതുവെ കാണുമ്പം അങ്ക് പൊളാൻ കൊള്ളല് ലാലേട്ടനെ കാണും. നിക്ക് ഞാൻ ഒരു കാര്യം പറയാം. തുടരും കാണാൻ പോയിട്ട് മമ്മൂന്റെ കുണ്ണ വരെ എണീച്ച് പൊന്തിയിട്ടുണ്ട്. കാണാൻ ടൈം കിട്ടില്ല. വേറെന്തോ നോക്കിട്ടാ പൊന്തിയത്. ഒന്നും പറയണ്ട. അതെനിക്കറിയില്ലട്ടാ. അറിയില്ല. അതന്നെയാണ് മീശ അടിച്ചാ പോയിട്ട് മീശ അടിച്ച ചങ്ങായി പോയിട്ടാ. നീ വെറുതെ ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. മീശ പഠിച്ചാ പോയി, സംഭവം ശരി തന്നെ. മീശ പഠിച്ചാ പോയി. അല്ലല്ല, അതിനാ കണ്ടിന്യൂ ശരിയാ. കുണ്ടനം മീശ പഠിച്ചാ കുണ്ടനം. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മോലെ പരക്കുണ്ടരാം. ഞാൻ പറയാലോ അങ്ങനെ പിന്നെ നിങ്ങളെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പരക്കുണ്ടരാന്ന് പറയാൻ പറ്റില്ല. ഞാനും പറയും. അല്ല വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇതാണ് യാഥാർത്ഥ മോലാലി താടി അടിച്ചത്. ഫോട്ടോ കേട്ടോ. താടി പഠിച്ച മോഹൻലാലിന്റെ വേണ ഫോട്ടോ കണ്ടു. ഇതാണ് കേട്ടാ അൺലോക്കിംഗ് ന്യൂ മോഹൻലാൽ വിത്തൗട്ട് താടി. അടുക്കടക്ക് എന്തോ പറയുന്നുണ്ട്. ഒരു ഒറിജിനൽ അല്ല. കാരണം അവന്റെ ഫസ്റ്റ് കള്ളവടിക്ക് കാശ് കൊടുത്തത് ഞാനാ. കള്ളുടിയോ? കള്ളവടിയോ? അല്ല, ഒരു ഒറിജിനൽ അല്ല. ദയവായിട്ട് ഞാൻ പറയാം ഒറിജിനൽ ആണോ? അത് നമുക്ക് ചോദിക്കട്ടെ. അലിൻജോസിന്റെ വയറ് ഇത്രയുണ്ട്. അല്ലടാ, ഇത് അതൊന്നും ഇവിടെ സംസാരിക്കല്ല. നീ അതൊന്നും ഇവിടെ സംസാരിക്കല്ല. കള്ളവിടെ തെളിവുണ്ടേ. ഫിസിക്കലി ഉള്ളൊരു ഇത്
വേറെ എന്തെങ്കിലും അത് അറിയണ്ടാവില്ല. ടൂളുകളുണ്ട്, എനിക്കിതൊന്നും അറിയില്ല, അല്ല ഞാൻ പഠിപ്പിച്ചേരാ. ഇവൻ കൊണ്ടുവരായിക്കൊണ്ട് ഇവൻ അറിയണ്ടാവും. അല്ല അങ്ങനല്ല. ഓക്കെ അവന്റെ ഫസ്റ്റ് കള്ളോടിക്ക് കാശ് കൊടുത്ത് ഞാനാ. അവനോട് ഒറിജിനൽ ഇയാളും കല്യാണം കഴിച്ചില്ല. ഇത് ഇതെല്ലാം ആരാ ചോദിക്കുന്നത്? വെർജിൻ ആണോ വെർജിൻ അല്ലേ എന്നല്ല. എന്താണ് സംഭവം? എന്താ ഇത് മാറ്റി എന്ത് ചെമ്മീന് നായി അല്ല, ഇത് മുമ്പത്താണ്. ഇത് എന്റെ താരന്റെ ആയിട്ടുള്ള ഇതാണ്. താരന്റെ ഒപ്പം ഞാൻ മിക്കവാറും താരന്റെ ഒപ്പം ഞാൻ കളിക്കൂടാ. താരന്റെ ഒപ്പം ഞാൻ കളിക്കും. അല്ല അതല്ലടാ RP. ഈ പിന്നെ താറിനൊപ്പം കളിക്കുന്നത് നമ്മള് മനസ്സിലാക്കണം. നമുക്ക് നിങ്ങളുടെ പേരന്റ് വേൾഡ് അറിയില്ലല്ലോ. അത് അറിയാത്തോണ്ടാണ് ഗൈസ്, അറിയാത്തോണ്ടാണ്. താരം ഇത് കേൾക്കുന്നുണ്ട്. ഇത് അറിയില്ല, അവർക്ക് എന്താന്നുള്ള കാര്യം അറിയാത്തോണ്ടാണ്. അത് വേറെ ഒന്നും ഉദ്ദേശിച്ചോണ്ട് പറഞ്ഞല്ല അവര്. അത് അങ്ങനെ പറഞ്ഞാ വേറെ ഒന്നും ചിന്തിച്ചേക്കല്ല. എക്കോ എങ്ങനെ ഓഫാക്കാന്? സോറി മോനെ, ഇതെങ്ങനെ? ഹലോ, എക്കോ ഒന്നില്ല. എക്കോയിലെ കുറവാ. ഓക്കെ, ഇതെന്താ ഷമീർ എനിക്ക് ഈ MRC-യിൽ ഞാൻ പുറത്തുനിന്ന് കയറാന് മുന്നേ പുറത്തുനിന്ന് ലൈവൊക്കെ ഞാൻ കണ്ടിരുന്നു. MRC-യിൽ ലൈവ് കണ്ടിരുന്ന ടൈമില് എനിക്ക് ഭയങ്കര എനിക്ക് ഇതുവരെ അത്രയും ഒരു ഫണ്ണായിട്ട് തോന്നിയിട്ടില്ല ആരുടെ ലൈവ്. അത് ഇയാളുടെ ഷമീറിന്റെ ലൈവ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി. ഭയങ്കര ആ ഒരു മനസ്സിലായി. ഭയങ്കര പുള്ളി ശരിക്കും പറഞ്ഞാൽ ലീഡർ മെറ്റീരിയൽ ആണോന്ന് വെച്ചാൽ ലീഡർ മെറ്റീരിയൽ അല്ല, പക്ഷെ കിടില എന്റർടൈനർ ആണ്. MRC ജോഷുവോ ആണോ? പുതിയ മെമ്പർ ആണോ? അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. GTL അങ്ങനെ കുറേ ഉണ്ട്. 10-35 ആൾക്കാരുണ്ടല്ലേ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഞാൻ എന്താ പറയണ്ടേ? ഓക്കെ, മുമ്പത്തല്ലേ? ഇത് മുമ്പത്തെ ക്ലിപ്പല്ലേ? ഇത് മുമ്പേ ഉള്ള ക്ലിപ്പല്ലേ? ഇത് ഞാൻ കണ്ടിന്. ഇത് മറ്റേ ഫോണ് പൊട്ടുന്നത് അങ്ങനെ എന്തോ സാധനം. പക്ഷെ സായിപ്പ് റിയൽ ലൈഫിൽ വേറൊരാളാട്ടാ. സായിപ്പ് റിയൽ ലൈഫിൽ വേറൊരാളാ. റിയൽ ലൈഫിൽ വേറെ തന്നെ ഒരാളാ. അത് എന്താന്നൊക്കെ അറിയില്ല. DC അൺലോക്കടാ. മോഡറേറ്റേഴ്സ് ആരാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചെയ്യണം. എനിക്ക് അറിയില്ല അത് എന്താ സംഭവം എന്നുള്ളത്. ഈ DC അൺലോക്ക് എന്ന് പറയുന്നത്. ഓ അങ്ങനെ. അന്ന് ആരാന്ന് വെച്ചാൽ ഇതാക്കട്ടാ. ഒരു വലിയ നടനാണെന്ന് പറഞ്ഞിട്ട് ഇവരെ മോശമാകുന്നു അതായതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ കയ്യിൽ നിന്ന് കൊണ്ടുപോയില്ല. അതൊന്നും കിട്ടുന്നില്ല സിനിമ എന്നത് വേറെ കാര്യം. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു. അതെന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വം. ഇത് ചത്താപ്പച്ച മൂഞ്ചിയത് എന്താണ് ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞത്? എന്താ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ക്രിഞ്ചടിക്കും. ഞാൻ ഇയാളെ കണ്ടിട്ട് സാമാനം പൊന്തിട്ടാണ് ഞാൻ ഉണ്ടായത്. ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളെ ലാസ്റ്റ് തമ്മാതിരി ബിൽഡപ്പ് എല്ലാം കൊടുത്ത് വെച്ചിട്ട് ഇയാൾ എന്തോ ഒരു എന്താണ് പടംപുറത്ത് പോയി. അതുവരെയുള്ള പടംപുറത്ത് പോയി. മോഹൻലാലിനുണ്ടല്ലോ. എന്റെ മോനെ ഇതാണ് മോനെ മാസ്. റിയൽ ലൈഫിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇത് ആ ടൈമിൽ കത്തലേനാണ് നാട് മൊത്തം. AJP തൂക്കി. കക്കോൾഡ് കോഴിക്കോട് വയനാട്. എന്താ കക്കോൾഡ്? എന്താന്ന് കക്കോൾഡ് എന്ന് പറഞ്ഞാ? കക്കോൾഡ് എന്ന് എനിക്കറിയില്ല. കോഴിക്കോട് വയനാട് അതെന്താ എനിക്കറിയില്ല. സാത്താൻ സേവിയർ ഉദ്ദേശിച്ചാ കാര്യത്തിന്
സാറ് ഈ കാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇത് മമ്മുവാണ് കേട്ടാ. ഈ വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞാൽ മമ്മുവിന്റെ ഒരു വേറൊരു ഡൂപ്പ്. എനിക്കൊരു മമ്മുവിന്റെ ഒരു ഡൂപ്പായിട്ടാണ് ഇയാളെ തോന്നുന്നത്. സത്യം പറയാലോ. പൈനാപ്പിളാ ഇവനെ കണ്ടിട്ട് പൈനാപ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? പൈനാപ്പിൾ അല്ല, ഇത് ബോണ്ടേന്നത്. ഇത് മമ്മൂന്റെ ആക്ടിങ്. ഞാൻ വിചാരിച്ചെന്തോ പ്രാണിയാ മറ്റും ഇതായതെന്ന്. ഇതെല്ലാം നമുക്ക് ചോദിക്കാം, മനസ്സിലായി? ഇതെല്ലാം നമുക്ക് ചോദിക്കാം. ഇതെല്ലാം വെറുതെ പറയുന്നത്, ഇതെല്ലാം വെറുതെ പറയുന്നത്. നാളെ വരട്ടെ. അതാ മോനെ, ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് സാമാനം മുന്തിയില്ലെങ്കിൽ ബാക്കി പറ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞ കാര്യമില്ല, എടാ പ്രസൻസ് നോക്കണം. മാറി കളിയാക്കുന്ന എന്താണ് ഇത് പൊന്താന്? ഇതെന്താണ്? ഇത് ഇങ്ങനെ വെച്ചോ, അതാണ്. സിറ്റുവേഷൻ പോലും ഇല്ലാതെ വെറുതെ അവനായിരിക്കുന്ന കൊട്ട. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് മാറി നിന്നോ. കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് സംഭവം ഒന്നുമില്ല. അതായത് ഞാൻ ഒരു 1.5 മാസം ബ്രേക്ക് എടുത്തല്ലോ. ഞാൻ ഒരു 1.5 മാസം ബ്രേക്ക് എടുത്ത സമയത്ത് ഞാൻ GTA നിർത്തിയിട്ടാണല്ലോ ഞാൻ ബ്രേക്ക് എടുത്തത്. ആ ബ്രേക്ക് എടുത്ത ടൈമിൽ വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ പേര് വലിച്ചിട്ടു. മനസ്സിലാവും? അതായത് ഞാൻ ഇതിലുള്ള സമയത്തുള്ള എന്തോ ദേഷ്യം വെച്ചിട്ട് അതും ഞാൻ ലാസ്റ്റ് പറഞ്ഞ് തീർത്തതാ. ലാസ്റ്റത്തെ ലൈവില് ഞാൻ എന്തോ സീനായിട്ട് ഞാൻ പറഞ്ഞ് തീർത്തതാ. ലാസ്റ്റത്തെ ഇതിൽ ഞാൻ തീർത്ത കേസാണിത്. ഞാൻ പറഞ്ഞു തീർത്തു. അതിന് ശേഷം ഇത് നിങ്ങൾ നിൽക്കാണ്ടിരിക്കലാണ് നല്ലത്. കാരണം ഇത് വെറുതെ നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആകണ്ട. ഇത് അല്ല, അത് വേണ്ട. അതാണ് നല്ലത്. കാരണം അത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വെറുതെ നിങ്ങളെ വായി നിന്ന് വീണ് കഴിഞ്ഞാൽ ഓൻ അത് കയറി പിടിക്കും. വെറുതെ നിങ്ങൾ ഇതിൽ തലയിടണ്ട. മനസ്സിലാ? ഒരു 5 മിനിറ്റ് നീ മാറ് വെറുതെ ഇതാവും. ഞാൻ ഇതായിക്കോളാം, ഞാൻ ഡീൽ ചെയ്തോളാം. നീ മാറിക്കോ. ഇതിന്റെ ഫുൾ വീഡിയോ എവിടെ ഉള്ളത്? ഇതിന്റെ ഫുൾ വീഡിയോ എവിടെ ഉള്ളത്? ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ട്. ഇതെന്താ 50 സെക്കൻഡ് എന്തോ ഉള്ളൂ. ഇതിന്റെ ഫുൾ വീഡിയോ ഗ്രീൻ സ്ക്രീൻ ഒന്നും വേണ്ട. ഗ്രീൻ സ്ക്രീൻ ഇട്ട് കൊടുക്കാം. പറ ഇതിന്റെ ഫുൾ വീഡിയോ ഉള്ള. ഇതിന്റെ ഫുൾ വീഡിയോ എവിടെ ഉള്ളതെന്നൊന്ന് പറ. ഇതിന്റെ ഫുൾ വീഡിയോ എവിടെ ഉള്ളതെന്ന് പറ. അല്ല ഇത് ആരാന്ന് ഇവനെ കൈകന്ന് വിളിക്കുന്നത്? സ്വയം ഇത് വിളിക്കുന്നതാണോ? സ്വയം മമ്മു നീ മാറിക്കോ, നീ നിൽക്കേണ്ടതില്ല. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് സ്വയം ഇട്ട പേരാന്ന് തോന്നുന്നത്. അതായത് ഞാൻ കൈകനാന്ന് സ്വയം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് കണ്ടിട്ട് മരംകൊത്തി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മരംകൊത്തി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. എനിക്ക് ആ പക്ഷിയാണ് എനിക്കിത് തോന്നുന്നത്. അല്ലാണ്ട് എനിക്കിത് കണ്ടിട്ട് കൈകനും മാസും സാമാനം പൊന്തലൊന്നും എനിക്ക് പൊന്തുന്നില്ല. മനസ്സിലായി? ഇത് പൊന്തുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, TV എന്ന് പറഞ്ഞ ആൾക്കാർ. ഇവരെ ഞാൻ പറയുന്നത് കേട്ടു എന്താ MRCന്റെ ബ്രെയിന് ചന്തിയിലാന്ന്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ TV എന്ന് പറഞ്ഞ ഓഡിയൻസിന്റെ ബ്രെയിൻ എന്നാൽ ഞാൻ എവിടെയുള്ളതെന്ന് പറയട്ടെ. നമുക്ക് ബ്രെയിനെങ്കിലും ഉണ്ട് ചന്തിയിൽ. MRCക്ക് ചന്തിയിലെങ്കിലും ബ്രെയിൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവരെ TVന്റെ ബ്രെയിൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സാമാന്യത്തിൻ്റെ താല് 2 ബോളുണ്ട് അല്ലേ? 2 ബോളില്ലേ? ഇവർക്കിത് 3 ആണ്. മനസ്സിലായോ? ഇവർക്കിത് 3 ആണ്. ആ 3ാമത്തെ ബോളാണ് ഈ പറഞ്ഞ സാധനം.
മൂന്നാമത്തെ ബോളാണ് ഇവരുടെ ബ്രെയിൻ. അവിടെ ബ്രെയിൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം, അതെനിക്ക് അറിയില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ ഉള്ള അല്ല ഇത് പറയണം ഗൈസ്, ഇത് പറയണം. അല്ല ഇത് പറയണം. ഒരു സ്കിപ്പും ഇല്ല. കാരണം 1.5 മാസം വെറുതെ ഒരു ഇതിനും ഇല്ലാണ്ട് നിന്ന് എൻ്റെ പേരെടുത്ത് ഇട്ടിരുന്നെങ്കിൽ ഞാൻ അത് കൊടുക്കും. ഞാൻ ക്ഷമ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറഞ്ഞ് ഞാൻ നിർത്തിയ കേസാണിത്, മനസ്സിലാവും. ഇത് പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ടല്ല ഞാൻ ചടിയിട്ട് തുള്ളിയിട്ടുള്ളത്, ആണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവന് ഇതിൽ എന്താ ഇത്ര പറയാനുള്ളത്? ഇതിൻ്റെ ഫുൾ വീഡിയോടെ അതിങ്ങതാ, ഇതിൻ്റെ ഫുൾ വീഡിയോ ഇങ്ങതാ. യൂട്യൂബിലുണ്ടോ? യൂട്യൂബിൽ ഇത് ഏടെ ഇതിൻ്റെ ഫുൾ വീഡിയോ? നിക്ക് അല്ലല്ല, ഒരു കുഴപ്പമില്ല. നീ മാറ്, കൊട്ടൻ്റെ നീ മാറ്. ലാസ്റ്റ് മതിയോ? ലാസ്റ്റ് മതി എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ലാസ്റ്റ് കൊടുക്കാം. അതല്ല, ലാസ്റ്റ് കൊടുക്കാം. അതല്ല ലാസ്റ്റ് കൊടുത്താൽ പോരെ? ലാസ്റ്റ് അല്ലേ? പറ. കാരണം ഞാൻ ഇതിലില്ലടാ, മനസ്സിലായി? ഞാൻ ഈ സീനിലില്ലാത്ത അന്നെന്തിന് ഇതിൽ വലിച്ചിടേണ്ട ആവശ്യം? ഞാൻ എന്തോ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ ഇതിൽ എൻ്റെ പേര് പറയേണ്ട ആവശ്യം എന്താടാ? ഞാൻ എന്ത് ചെയ്തടാ? ഞാൻ എന്ത് ചെയ്ത്? ഞാൻ അങ്ങാണ്ട് വീട്ടിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് എൻ്റെ പേര് ഇവന് പറയേണ്ട ആവശ്യം എന്താ? മനസ്സിലായോ? ലാസ്റ്റ് ഇപ്പോൾ പറ. ഇപ്പോൾ ഓക്കെ. ഇതെന്താ സെർച്ച് ചെയ്യേണ്ടത്? എനിക്കറിയില്ല. എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് പറ. എന്താ സെർച്ച് ചെയ്യേണ്ടത്? ലാസ്റ്റ് മതി. ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയും നിങ്ങൾ. ഇപ്പോൾ അതെ, എന്താ ഞാൻ സെർച്ച് ചെയ്യേണ്ടത്? എന്താ ഡി സിയിലുണ്ടോ? നോക്കട്ടെ. ഡി സിയിലാകെ ഒറ്റ സാധനമേ ഉള്ളൂ. ഇത് മാത്രമേ. 3 സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 3 സ്ട്രൈക്ക് വരുമ്പോൾ ചാനൽ ടെർമിനേറ്റ് ആവും. എന്താ ഈ കണ്ടിക്കൊക്കെ ഇത്ര ഫ്രസ്ട്രേഷൻ? എന്താണ് നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ? ഇതെന്നല്ല കേട്ടോ. ഇതിലൊന്നും ഞാൻ ഇടപെടാനില്ല മുത്തേ. ഞാൻ എന്നെ പറഞ്ഞതിന് മാത്രമേ ഞാൻ പറഞ്ഞു. ഞാൻ വേറെ ആർക്കും വേണ്ടി കുട പിടിച്ചു കൊടുക്കാൻ ഞാൻ നിൽക്കുന്നില്ല. സ്റ്റാർ ഗെയിമിങ്ങോ? സ്റ്റാർ ഗെയിമിങ് നോക്കട്ടെ. സ്റ്റാർ ഗെയിമിങ് ഇതിലേതാ? സ്റ്റാർ ഗെയിമിങ്ങോ? സ്റ്റാർക്കാണോ? സ്റ്റാർക്ക് ഗെയിമിങ്. ഓക്കെ, ഇതാണോ? അതിലുണ്ട് റോക്സി തമ്നയിലോ? റോക്സിക്കല്ല ഞാൻ കൊടുത്താണല്ലോ. ഇവക്കെല്ലാം കിട്ടിയത് പോരെ? ഞാൻ നല്ല രീതിക്ക് ഒരു 1-2 മാസത്തേക്കുള്ളത് ഞാൻ കൊടുത്തതാ. 1-2 മാസത്തേക്കുള്ളത് ഞാൻ കൊടുത്തതാ. നോക്ക്. പിന്നെന്താ ഇപ്പം രണ്ടാമത് എണീച്ചോ? രണ്ടാമത് ആരത് പറഞ്ഞുകൂടും? ഞാൻ കൊടുത്തതാ. റോക്സിക്ക് വേണ്ടത് ഞാൻ കൊടുത്തതാണല്ലോ. ഒക്കെ 2 മാസം വീട്ടിലിരിക്കേണ്ട ഞാൻ കൊടുത്തല്ലോ. മതിയായില്ലേ? റോക്സി എന്നെ പറഞ്ഞോ? ഇത് എന്താ റോക്സിക്ക് എന്താ പിന്നെയും ഇതായോ? ഇത് സീനാവും, കേസാവും. ഞാൻ അങ്ങോട്ട് പറയുന്നില്ല.